ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഔട്ട് സൈഡൊന്നും പോയിട്ടില്ല. അങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോൾ സഡന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് വാഗമൺ പോവെന്ന് വിചാരിച്ചു. അപ്പോൾ തൃശ്ശൂരിൻ്റെ വാഗമണിക്ക് ഡയറക്റ്റായിട്ട് KSRTC ബസ്സുണ്ട്. ഇത് എല്ലാ ദിവസവും മോർണിംഗ് 8:30 ഉണ്ടാവും കേട്ടോ വണ്ടി. പിന്നെ നമുക്ക് വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോൾ ഭയങ്കര ടയർഡായിരിക്കും. അതൊക്കെ പോലെ ബസ്സിൽ ഇരുന്നിട്ട് പോകാൻ വിചാരിച്ചതാണ്. അങ്ങനെ നമ്മൾ ബസ് കയറി. കുട്ടികളൊക്കെ ഔട്ട് സൈഡ് നോക്കിയിട്ട് എൻജോയ് ചെയ്യാതിന്. ഇവിടെയുള്ള തൃശ്ശൂരിൻ്റെ നമുക്ക് ആൾമോസ്റ്റ് 5 hours ജേർണിയുണ്ട്. ഫുൾ ഫോറസ്റ്റ് ഉള്ളിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പോകുന്ന വെഹിക്കലിൽ പോകുമ്പോൾ ഭയങ്കര നോക്കിയിട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് തന്നെ വരും. പിന്നെ KSRTC വണ്ടി ചേട്ടനായ എന്ന് പോകാൻ കാരണം ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യത്തോടെ ഇരിക്കാം. അപ്പോൾ നമ്മൾ എത്താറായി കേട്ടോ. ഇത് ശരിക്കും വാഗമൺ സിറ്റിയാണ്, ടൗണിലാണ്. ഈ ടൗണിൻ്റെ നമുക്കൊരു 2 കിലോമീറ്റർ ഉള്ളിൽ നിന്നാണ് നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്ത്. നമ്മുടെ അവിടെ എത്തുമ്പോൾ 1 മണിയായി. അപ്പോൾ 1 മണിയായത് കാരണം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ടിൽ നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പോയി. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത റിസോർട്ട്, ഗ്രീൻ പാലസ്. നല്ല ഫെസിലിറ്റി ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടായിരുന്നു, നല്ല ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ലഗേജ് എല്ലാം ഇട്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് അഡ്വഞ്ചർ പാർക്ക് പിന്നെ ഫ്ലവർ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് പോയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഗൈസ് അഡ്വഞ്ചർ പാർക്ക് എത്തി. നല്ല വെറൈറ്റി റൈഡ് ഉണ്ടായിരുന്നു. നമുക്ക് ലൈഫിൽ എന്തായാലും ന്യൂ എക്സ്പീരിയൻസ് ചെയ്യേണ്ട വേണമെങ്കിൽ ഇവിടെ പോയാൽ നല്ലതായിരിക്കും. ഗ്ലാസ് ബ്രിഡ്ജ് പോയി. ഇവിടെ ഹെഡ് 250 റുപ്പീസാണ് വില കേട്ടോ. പിന്നെ സ്റ്റാർട്ടിങ് കയറുമ്പോൾ കുറച്ച് കുഴപ്പമില്ല. ഏറ്റവും ലാസ്റ്റ് പോകുമ്പോൾ ചെറിയ ഒരു അനക്കുണ്ടാവും, നല്ല ഒരു പേടിയാവും. പിന്നെ ഒരു എക്സ്പീരിയൻസ് ആയി. അത് കഴിഞ്ഞിട്ടുണ്ടാണ് ഞാൻ സിപ്പ് ലൈൻ പോയി. ഇവിടുത്തെ എൻട്രൻസ് ഫീസ് 400 റുപ്പീസാണ്. പിന്നെ ഇതെല്ലാം നമുക്ക് ഒരു സമയമുണ്ട്. അവിടെ പെട്ടെന്ന് മഞ്ഞാവും. പിന്നെ മഴ വന്നാൽ ഇതൊക്കെ അലൗഡല്ല. സിപ്പ് ലൈൻ പോയ കാരണം പിള്ളേർ ചിൽഡ്രൻസ് പാർക്കിൽ കളിക്കായിരുന്നു. നല്ല മ്യൂസിക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവർ എൻജോയ് ചെയ്തിട്ട് കളിക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് 4 മണിയായി. അറിയാണ്ട് 4 മണിയായി. അഡ്വഞ്ചർ പാർക്കിലെല്ലാം ക്ലോസ് ചെയ്തു. അപ്പോൾ നിയറിലുള്ള ഗാർഡനിൽ വന്നു. നമ്മൾ ഗാർഡനിൽ എൻട്രി ഫീസ് ഉണ്ട്. അത്ര കുഴപ്പമൊന്നുമില്ല, 100 റുപ്പീസേ ഉള്ളൂ. എൻട്രി ആയിട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും ഒരു മിറാക്കിൾ ഗാർഡൻ ദുബായി പോയി കഴിയുമ്പോൾ ഇതൊരു കുട്ടി മിറാക്കിൾ ഗാർഡനാണ്. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ഒരു ഭംഗിയുണ്ട്. ഫോട്ടോഷൂട്ട് വെഡ്ഡിങ് ഷൂട്ടൊക്കെ ചെയ്യാൻ ആൾക്കാർക്ക് ഒരു നല്ല സ്പോട്ടാണ്, എന്താ പറയുക. ഇവിടെ നമുക്ക് മിനിമം 20 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എൻട്രൻസ് ഉള്ളൂ. നമ്മൾ പോയ സമയത്ത് ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നു. എന്നിട്ട് ആൾക്കാർ വരത്തുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എൻട്രി കിട്ടി. അങ്ങനെ നല്ല ഒരു ക്ലൈമറ്റാണ്. ഇപ്പോൾ സമയം 5 o'clock ആയിട്ടുള്ളൂ. നല്ല വെതറായിരുന്നു. 8 ടാപ്പലിൽ പോയിട്ട് നമ്മൾ നല്ലോണം ഫോട്ടോ എടുക്കുക സ്പോട്ടുണ്ട്. പിന്നെ ഫുൾ ടാപ്പിൽ പോയിട്ട് വ്യൂസ് കാണപ്പെട്ടു. ഊഞ്ഞാല ഉണ്ട്. ഞങ്ങൾ അങ്ങനെ ഊഞ്ഞാല കളിച്ച്. അതേപോലെ ഞാൻ സൺസെറ്റ് ഇതൊരു ലൈഫിൽ കണ്ടിട്ടില്ല. ആക്ച്വലി ഞാൻ ബീച്ചിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ഗ്രീനറി ആയിട്ട് സൺസെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല ഒരു എക്സ്പീരിയൻസ് ആയി. ഈ റെയിൻബോ കണ്ട് അപ്പോൾ കുറേ ആൾക്കാർ കൂടി വരുന്നുണ്ട്. ഒരു നല്ല ക്ലൈമറ്റാണ്, നല്ല ഒരു ഗ്രീനറിയാണ്. നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് 6:30 അവിടെ വാട്ടർ ഷോ ഉണ്ടായിരുന്നു. അങ്ങനെ വാട്ടർ ഷോക്ക് പോയി. അതൊക്കെ എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് ഗാർഡൻ എൻട്രി ചാർജസ് ഉള്ളൂ. നെക്സ്റ്റ് പിള്ളേർ ഡാൻസ് കളിച്ചിട്ട് എൻജോയ് ചെയ്തു. അത്യാവശ്യം നല്ലോണം ആൾക്കാർ കയറി. നമ്മൾ പോയ സമയത്ത് നമ്മൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്ലോസ് ആയി വാട്ടർ ഷോ കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിസോർട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വെച്ചിട്ട് നമ്മൾ ഫ്രഷപ്പായ പോയി. എന്നിട്ട് ഫ്രഷ് ആയിട്ട് വന്നിട്ട് നമുക്ക് ലൈറ്റ് ഭക്ഷണം മേടിച്ചിട്ടുണ്ട്. അതിന് ചപ്പാത്തി ഒരു കറി നമ്മൾ കഴിച്ചിട്ട് നല്ല ടയർഡായിരുന്നു. നമ്മൾ ഉറങ്ങി. ബൈ ബൈ, ഗുഡ് നൈറ്റ്.